നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഞങ്ങളുടെ നാട്ടിൽ ഇന്നലെ വലിയ കുറേ സംഭവ വികാസങ്ങൾ. ഞങ്ങളുടെ നാട്ടിലെ അടൂർ പോലീസ് സ്റ്റേഷൻ, അതായത് നിങ്ങളുടെ നാട്ടിൽ വലിയ സംഭവങ്ങളാണ് എപ്പോഴും നടക്കാറുള്ളത്. അതായത് ശ്രീനാദേവി കുഞ്ഞമ്മയും രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ ഒരുപാട് അപഖ്യാതികൾ പറഞ്ഞുകൊണ്ട്, അപവാദങ്ങൾ പറഞ്ഞുകൊണ്ട്, ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് വളരെയധികം സോഷ്യൽ മീഡിയയിലൂടെ നാണം കെടുത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് ഈ രാജൻ ജോസഫ് എന്ന് പറയുന്ന യൂട്യൂബർ. എനിക്കത് വ്യക്തിപരമായ പരിചയമല്ല, ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ അറിയാം. ഇയാളെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ശ്രീനാദേവിയുടെ പരാതിയിൽ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അടൂർ പോലീസ് സ്റ്റേഷൻ കസ്റ്റഡി എടുക്കുന്നു. കസ്റ്റഡി എടുത്തിട്ട് ഇയാളെ കൊണ്ടുവന്നപ്പോൾ ഈ സ്റ്റേഷന് വെളിയിലിട്ട് ഇയാളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അനുയായികൾ ചേർന്ന് അടിച്ചു. ഫെനി നൈനാൻ അടക്കമുള്ളവർ ചേർന്ന് ആ വിഷ്വൽ മർദ്ദിക്കാൻ പോലെ തന്നെ തോന്നുന്നു. അയാളെ വലിച്ചടിക്കും പോലെ ഉടുപ്പ്, ഷർട്ട് വലിച്ചു. അതിനെ പോലീസ് ഒത്താശ ചെയ്തോന്നൊരു സംശയമുണ്ട്. എന്തായാലും ജാമ്യമുള്ള വകുപ്പുള്ള കുറ്റകൃത്യങ്ങളായിരുന്നു ശ്രീനാദേവി കൊടുത്ത പരാതിയാണ്. കാരണം ഒരുപാട് മോശമായിട്ട് ശ്രീനാദേവിയെക്കുറിച്ച് സംസാരിക്കും. നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലൂടെ സ്ത്രീകൾ അധിക്ഷേപിക്കുകയാണെങ്കിൽ എത്ര ഉന്നതനാണെങ്കിലും അവർ പെടും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട, എല്ലാ യൂട്യൂബേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണത്. അല്ല, ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇപ്പോൾ എന്തൊക്കെ സോഷ്യൽ മീഡിയ കൂടെ ചെയ്തെന്ന് പറഞ്ഞാലും ഇവർക്കെതിരെ കേസെടുക്കാൻ യാതൊരു നിർവാഹവും ഇല്ല. ഇതുപോലെ കുറച്ച് കേസെടുത്തുകൊണ്ട് വന്ന് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക, അവിടെ നിന്ന് മജിസ്ട്രേറ്റ് ജാമ്യം കൊടുത്തു വിടും. ഇതെല്ലാം വരുന്നത് നമുക്കിപ്പോൾ നമ്മുടെ IT ആക്ടിൻ്റെ ഒരു ഇതായിരിക്കാം. എല്ലാം വരുന്ന ഡിഫമേഷൻ എന്ന് പറയുന്ന ഒരു പരിധിയിൽ മാത്രമേ വരൂ. ഇത് കോടതി മുഖേന മാനനഷ്ട കേസ് കൊടുത്ത് നഷ്ടപരിഹാരം മേടിക്കുക, ക്രിമിനൽ കേസും സിവിൽ കേസും കൊടുക്കുക എന്നുള്ളതല്ലാതെ നിലവിൽ ഇതിന് വേറൊരു മാർഗ്ഗമില്ല. പിന്നെ ഈ പിണറായി വിജയൻ തൊട്ടുള്ള കാലത്ത് അവർക്ക് എതിരാളികളെ കൊടുക്കാൻ വേണ്ടി അവരിത് ഉപയോഗിച്ചിരുന്നു. ഈ സോഷ്യൽ മീഡിയ വഴി സ്ത്രീകളുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു, മോഡസ്റ്റി ഓഫ് എ വുമൺ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നതൊന്നും നിലനിൽക്കില്ല. നേരെ കോടതി ചെല്ലും, അപ്പം തന്നെ ജാമ്യം കൊടുത്ത് വിടുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവമാണ്. എന്തായാലും ഇവർക്ക് കട്ടക്കലിപ്പുണ്ടായിരുന്നു. അത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടമൊക്കെ ഭരണം മാറിയപ്പോൾ തന്നെ പ്ലാൻ ചെയ്തിരുന്നു ഈ രാജൻ ജോസഫിനെ പോലീസിൽ പിടിപ്പിക്കുക എന്നുള്ളത്. ഇനി ഇതുപോലെ കുറേ ആൾക്കാരെ ഇവർ നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ ഇവർക്കെതിരെ, അതായത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഒരു കേസ്, ഇല്ലാത്ത ഒരു കേസിൽ അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അയാളെ റിമാൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. ആ ഒരു കേസ് ഒരു യോഗ്യതയില്ലാത്ത ഒരു കേസായിരുന്നു. പക്ഷെ അത് ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് ഇവർ എന്തും സംഭവിക്കാറുണ്ടല്ലോ. ആരെ പേരിൽ കേസ് കൊടുത്ത് പരാതി കൊടുത്താലും അവർക്ക് എതിരാളികളാണെങ്കിൽ ആ സെക്കൻഡ്. പക്ഷേ പോലീസ് എന്നൊരു ഡിവൈഎഫ്ഐക്കാർക്ക് എന്നൊരു ഔദാര്യം ചെയ്തു കൊടുത്തു. രാഹുൽ മാങ്കൂട്ടത്തിനെ എറിയാനായിട്ട് മുട്ട എറിയാൻ ഉള്ള സൗകര്യം തിരുവല്ല കോടതി വളപ്പിൽ അവർ ചെയ്തു കൊടുത്തു. അത് അവരുടെ ആഗ്രഹമായിരുന്നു. അത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, പിണറായി വിജയന് നേരെ കൈ ചൂണ്ടി സംസാരിച്ചു. മിസ്റ്റർ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കൈ ചൂണ്ടി സംസാരിച്ച, കൈ ചൂണ്ടിയവരെ ഞങ്ങൾ ഒരു ദിവസം കൈ ചൂണ്ടി, ഇന്നാണെങ്കിൽ ക്യാപ്റ്റനെതിരെ കൈ ചൂണ്ടി എന്ന് പറഞ്ഞാൽ ആനെ വിളിച്ച് ഡിവൈഎഫ്ഐക്കാരെ ഹാരം ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ ക്യാപ്റ്റനെതിരെ കൈ ചൂണ്ടി എന്നും പറഞ്ഞാണ് അന്ന് ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ രാജൻ ജോസഫിനെ മർദ്ദിച്ചു. മാത്രമല്ല, ഈ രാജൻ ജോസഫിന് ജാമ്യം എടുക്കാൻ വേണ്ടി ചെന്ന് അവിടുത്തെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ്. ഒരു വേണു എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഒരു താജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ് ചെന്നത്. അപ്പോൾ ശ്രീനാദേവി ഒരു ചോദ്യം ഉന്നയിച്ചു. ഈ രാജൻ ജോസഫ് ശ്രീനാദേവിക്കെതിരെ മാത്രമല്ല, മുഹമ്മദ് റിയാസിനെതിരെ വൃത്തികൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വല്ലാത്ത വാക്കുകളാണ്. അപ്പോൾ ഈ മുഹമ്മദ് റിയാസൊക്കെ അറിഞ്ഞുകൊണ്ടാണോ ഇയാളെ ജാമ്യത്തിൽ ഇറക്കാൻ ചെന്നതെന്ന് ചോദിച്ചുകൊണ്ട് ശ്രീനാദേവി ഒരു പോസ്റ്റ് ഇടുകയും CPM-മാർക്ക് ഭരണം പോയതുകൂടി എല്ലാവർക്കും ഏതാണ്ട് കിളിപോയ അവസ്ഥയൊക്കെയാണ്. എന്തായാലും നേരെ ഓർത്താണില്ല. അല്ല, കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ മുട്ട എറിയാൻ അവസരം ഒരുക്കി കൊടുത്ത പോലീസ് തന്നെ ഇന്ന് രാജൻ ജോസഫിനെ മർദ്ദിക്കാനുള്ള അവസരം കോൺഗ്രസ്സുകാർ, യൂത്ത് കോൺഗ്രസ്സുകാർക്ക്, പിള്ളേർക്കും ചെയ്തു കൊടുത്തു. അതും അടൂര് കൊണ്ടുവന്ന് അവർ മർദ്ദിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഇയാളെ ഒരുപക്ഷെ നിയമപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഉത്തമ വിശ്വാസത്തില്ല. എന്നാൽ പിന്നെ അടി കൊടുത്തേക്കാന്ന് അവരും കരുതിക്കാണോ? അല്ല, അത് പോലീസ് അത് അനുവദിക്കാൻ പാടില്ല. തീർച്ചയായും പോലീസ് സ്റ്റേഷൻ അകത്ത് കയറി അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ 20 പേർക്കെതിരെ കേസുണ്ട്. കാരണം ഫെനി നൈന അടക്കം 20 പേർക്ക്. രാഹുൽ മാങ്കൂട്ടം ഈ സമയം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും സംഗതി ബഹു ക്ഷേമമായിട്ടാണ് നടന്നിരിക്കുന്നത്. ഒരു വലിയ ഇതിലേക്കാണ് പോയത്. ഏതായാലും ഈ സ്ത്രീകൾക്കെതിരെ പരാമർശം നടത്തുന്ന ഒരുപാട് ഉണ്ടാവും. വളരെ മോശമായ ഭാഷ. ഇതുപോലെ ഇന്നും ഒരുപാട് ആളുണ്ട്. ഈ രാജജോസഫിനേക്കാളും മോശമായ രീതിയിൽ പ്രതികരിച്ച ഒരുപാട് ആളുണ്ട്. ഇവരൊക്കെ ഓരോരുത്തരായിട്ട് ഇതുപോലെ നിയമത്തിന് മുന്നേ കൊണ്ടുവരുമായിരിക്കും. അതുപോലെ ഇന്നിപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP-യുടെ കൗൺസിലർ സുഗതന് കോടതി സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ അത് ജയിലിലാണെന്ന് മാത്രം. അതേപോലെ വിയൂർ സെൻട്രൽ ജയിലിലാണ്, തൃശ്ശൂർ. അവിടെ ചെന്ന് സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ വെച്ചാണ് ഇത് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്.
ഒരു കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത് ആദ്യത്തെ സംഭവമായിരിക്കും ഒരു കേസിലെ പ്രതിയായ വ്യക്തി ജയിൽ സൂപ്രണ്ടിൻ്റെ മുറിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളത്. അത് പക്ഷേ അതിനകത്ത് ശ്രദ്ധേയമായ നിരീക്ഷണങ്ങൾ വന്നു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലാണ് അവർ സമീപിച്ചത്. ഹൈക്കോടതിയുടെ ആ സിംഗിൾ ബെഞ്ച് വിധിയിൽ ഒരു ശ്രദ്ധേയമായ നിരീക്ഷണം വന്നിരിക്കുന്നത്, ഇയാൾ വലിയ ക്രിമിനൽ കേസ് പ്രതിയാണ്, ഇയാൾ കാപ്പ കേസ് പ്രതിയാണ്. ഇപ്പം ഈ കാപ്പ ചുമത്തുന്നുള്ള നടപടി എന്തായാലും ഇയാൾ ഈ ഇലക്ഷന് മത്സരിക്കുന്നതിന് മുമ്പ് LDF സർക്കാർ തുടങ്ങി വെച്ചു. അങ്ങനെ തുടങ്ങി വെച്ച ഒരാൾ എങ്ങനെ ആ വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ടു? ജനഹിതം നമ്മൾ മാനിക്കേണ്ടതുണ്ട്. അയാൾ എന്താണ് നിയമവാഴ്ചയ്ക്ക് അതീതനല്ല, നിയമവാഴ്ച പുലരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനൊപ്പം തന്നെ ജനഹിതം മാനിക്കേണ്ടതുകൊണ്ട് അങ്ങനെ സുഗതൻ്റെ കാര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് ജയിലിൽ അവസരം ഒരുങ്ങുകയാണ്. പക്ഷെ ഇവിടെ BJPക്ക് ഒരു വലിയ അബദ്ധം പറ്റി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ റിട്ടയർഡ് അണ്ടർ സെക്രട്ടറി ആയിട്ടുള്ള സ്റ്റാലിൻ ദേവൻ, അദ്ദേഹം നമുക്കൊരു ഇന്റർവ്യൂ ഇന്ന് തന്നിരുന്നു. അതിനകത്ത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി 1-2 പോയിന്റ് ഉണ്ട്. അത് വളരെ റെലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ ആ ഇന്റർവ്യൂ മൊത്തം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പതിവില്ലാതെ പോലെ ചോദ്യങ്ങളൊന്നും ഞാൻ അങ്ങോട്ട് ചോദിച്ചില്ല, കാരണം അദ്ദേഹം ഇങ്ങോട്ട് എല്ലാം പറയുന്നു. അതായത് ഈ കാപ്പ കേസിൽ പെടുത്തിയാണല്ലോ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ കാപ്പ കേസിൽ പെടുത്തി അറസ്റ്റ് ചെയ്ത ഒരാൾക്ക് കാപ്പ അഡ്വൈസറി ബോർഡിലാണ് ഇതിനെതിരെ പരാതി കൊടുക്കുന്നത്. അപ്പോൾ ഈ സുഗതനും കാപ്പ അഡ്വൈസറി ബോർഡിൽ പരാതി കൊടുത്തെങ്കിൽ അത് തള്ളി. അപ്പോൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചാൽ കാപ്പ റദ്ദാക്കുകയോ ജാമ്യം ലഭിക്കുകയോ ചെയ്യാനുള്ള വകുപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഇവർ BJPക്കാർ ആദ്യം മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു, സത്യപ്രതിജ്ഞയുള്ള അവസരം വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴെന്താ 2 കേസ് മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യമുള്ളത്. അപ്പോൾ അവർ ഒരു ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് കോടതി 2 കേസിൽ, പക്ഷേ ഇതിന് ഹൈക്കോടതിയുടെ അനുമതി വേണം. അപ്പോൾ ഇത് കാപ്പ കേസ് കിടക്കുന്നു, അത് കാരണം ഇയാളെ പുറത്തുവിടാൻ പറ്റത്തില്ല മജിസ്ട്രേറ്റ് കോടതി. അപ്പോൾ അത് കാപ്പ കേസ് ഹൈക്കോടതിയാണ്, നിങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചോളാം. അപ്പോൾ ഇവർ ഹൈക്കോടതിയിൽ പെട്ടെന്ന് വിധി കിട്ടാൻ വേണ്ടിയാണ് സിംഗിൾ ബെഞ്ചിൽ പോകുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ ബെഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇതിപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ, ഇത് സത്യപ്രതിജ്ഞ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഇതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ജനങ്ങൾ തിരഞ്ഞെടുത്തു വിട്ട ഒരു ജനപ്രതിനിധിയാണ് അയാൾ. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് നിയമം പാലിച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. ബാക്കി 19 പേര് സത്യപ്രതിജ്ഞ ചെയ്ത സ്ഥിതിക്ക് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വവും അതിനുള്ള അവകാശവും ഉണ്ട്. എത്രയോ പേര് ജയിലിൽ കിടന്നത് അങ്ങനെയാണ് ഈ ജയിലിൽ വെച്ചുള്ള സത്യപ്രതിജ്ഞയ്ക്കുള്ള അരങ്ങൊരുങ്ങിയത്. അപ്പോൾ അങ്ങനെ എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്യാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാകത്തില്ല. ഇത് ശരിക്കും രാഷ്ട്രീയ പ്രേരിതമായൊരു കേസ്. മാത്രമല്ല നമ്മളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശരി ഇനി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അതിൽ അംഗത്വം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടുന്നു, പക്ഷേ ഇനി അങ്ങോട്ടുള്ള കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ഇനിയിപ്പോൾ ഇത് വീണ്ടും കോടതിയെ സമീപിക്കണം, ഹൈക്കോടതിയെ. അതായത് ഈ കാപ്പ റദ്ദാക്കാൻ വേണ്ടിയോ അല്ലെ കാപ്പയിൽ നിന്ന് ജാമ്യം കിട്ടാൻ വേണ്ടിയോ കോടതിയെ സമീപിക്കണം, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ. അല്ല, എനിക്കറിയേണ്ട ഒരു സംശയം, ഇത് ഹൈക്കോടതിയെ സമീപിച്ചിട്ട് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള അനുമതി തരാൻ പറ്റുമോ? കാരണം ഇത് അതിനി നടക്കത്തില്ല. ഇനി കിട്ടാവുന്നത് എന്താണ്? ജാമ്യം നേടുക എന്നുള്ളതേ ഉള്ളൂ. ജാമ്യം നേടാൻ ഡിവിഷൻ ബെഞ്ചിനെ തന്നെ സമീപിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തന്നെ ഇതിനകത്തൊരു ചോദ്യം വരുന്നത്, ഈ കാപ്പ എന്ന് പറയുന്നത് സാമൂഹിക വിരുദ്ധ സമൂഹത്തിന് ഭീഷണിയായ അവരെ തടയൽ നിയമമാണ്. ഈ സാമൂഹിക വിരുദ്ധരായിട്ടുള്ളവരെ തടയുന്ന ഒരു നിയമമാണ്. അപ്പോൾ അതിന് ചില നിർവചനങ്ങളുണ്ട്. ആ നിർവചനങ്ങളുടെ പരിധിയിലൊന്നും ഈ സുഗതന്റെ കുറ്റകൃത്യങ്ങൾ വരുന്നില്ല. സുഗതന്റെ കുറ്റകൃത്യങ്ങൾ അതായത് ഒരു സമൂഹത്തിന് ഭീഷണിയാവണം. ഒരു അയൽവാസിക്കോ അല്ലെങ്കിൽ അയാൾ ഒരുത്തനെ ചെന്ന് ഇടിക്കുകയോ ഒക്കെ ചെയ്താൽ സിംഗിൾ കേസുകളാണ്. അപ്പം മിക്ക കാപ്പ കേസുകളുടെ അവസ്ഥ ഇതാണെന്നാണ് നമ്മളോട് ഇദ്ദേഹം പറഞ്ഞത്. സ്റ്റാലിൻ ദേവൻ അദ്ദേഹം പറഞ്ഞ അത് ആ രീതിയിൽ ഇന്ന് ആരും കോടതിയെ സമീപിച്ചിട്ടില്ലെന്ന്. അങ്ങനെ ആ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി ആരും കോടതിയെ സമീപിച്ചിട്ടില്ല. നിയമോപദേശക്കാര്യത്തിൽ BJP എടുത്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ സമീപിക്കുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നത് കാരണം എന്തായാലും സുഗതന്റെ തൽക്കാലം അങ്ങേരുടെ സത്യപ്രതിജ്ഞ നടക്കും. അത് BJPക്ക് തിരുവനന്തപുരത്ത് വലിയൊരു ആശ്വാസമാണ്. കാരണം നേരിയ ഒരാളുടെ സഹായത്തോടു കൂടി, പിന്തുണയെന്ന് പോലും പറയാൻ പറ്റില്ല, രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ BJP അവിടെ ഭരിക്കുന്നത്. ഈ സുഗതനെയും BJPയും ഭരണത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഇദ്ദേഹത്തിനെതിരെ കാപ്പ നടപടികൾ സ്റ്റാർട്ട് ചെയ്തത്. അത് കൃത്യം ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ കാപ്പ ചുമത്തുകയും ചെയ്തു. അവിടെയാണ് സംഭവിച്ചത്. അപ്പീൽ പോലും കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്തായാലും സുഗതൻ്റെ വരവോടുകൂടി BJP കുറച്ചുകൂടി
ഉന്മേഷമാകും. പക്ഷേ അദ്ദേഹത്തിന് അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പ് ജാമ്യം എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കൗൺസിൽ യോഗം വെച്ച് താമസിപ്പിക്കാനും പറ്റില്ല. അതെ, അടിയന്തര പ്രാധാന്യത്തോടു കൂടി ജാമ്യാപേക്ഷ കൊടുത്ത് ആ ജാമ്യം കിട്ടി വരേണ്ടി വരും. അല്ലെങ്കിൽ സുഗതന്റെ മാത്രമല്ല ഈ കാര്യം അവിടെ ഉന്നയിക്കാൻ വേണം. ഇന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യം, ഇയാൾ ജനഹിതം നോക്കണം, ഇയാൾ ജനപ്രതിനിധിയാണ്, മനസ്സിലായി. പരാമർശം ഭയങ്കര ഗുണം ചെയ്യും. അത് ഗുണം ചെയ്യും. അതാണ് ഈ ജസ്റ്റിസ് കുഞ്ഞികൃഷ്ണൻ എടുത്തു ചോദിച്ച ഒരു കാര്യമുണ്ട്, ഇയാൾ എങ്ങനെ ജയിച്ചു? കാപ്പ കേസ് പ്രതിയാകാനുള്ള ചിട്ടവട്ടങ്ങളൊക്കെ റെഡിയായി. കേരളം പോലുള്ള രാഷ്ട്രീയ അവബോധമുള്ള ഒരു സംസ്ഥാനം സാറേ അത്രക്കാരൻ ജയിക്കുന്നതല്ല പതിവ്. പക്ഷേ അയാൾ ജയിച്ചു. അത് അദ്ദേഹം എങ്ങനെയാണ് ജയിച്ചത്? ജയിച്ച സ്ഥിതിക്ക് അയാൾ നിയമപരമായിട്ട് അയാൾക്ക് അത് ചെയ്യാനുള്ള ബാധ്യസ്ഥത മാത്രമല്ല കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനും വേണ്ടി ജാമ്യം അനുവദിക്കാം കണക്കിനാണ്. അതെ. അപ്പോൾ അങ്ങനെ എന്തായാലും സുഗതന്റെ കാര്യത്തിൽ തീരുമാനമായി. നമുക്കിനി സുഗതനുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ഒരു താമരയിലേക്ക് വരാം. ചെന്താമര വല്ലാത്ത മനുഷ്യൻ തന്നെയല്ലേ, എന്തോ ഒരു ദുഷ്ടനാണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ മറ്റ് വടക്കേന്ത്യ സംസ്ഥാനങ്ങൾ ഇതുപോലെ ചില ആളെ കുറിച്ച് വടക്കിഴക്കൻ സംസ്ഥാനം ചില ക്രൂരമായ കൊലപാതകങ്ങളൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതുമാർ കേരളത്തിലൊരു മനുഷ്യൻ ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഈ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പരാമർശിച്ച് പോയില്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. ഈ ചെന്താമര എന്ന് പറയുന്ന ആൾ ഇന്ന് കോടതിയിൽ ഒരിക്കലും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അയാൾ പെരുമാറി എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കോടതിയിൽ നമുക്കൊന്നും വേറെ ആവശ്യമില്ലാത്തൊന്നും പറയാൻ പാടില്ല. നിങ്ങൾ കുറ്റക്കാരനാണ് എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഒരു അവസരം കിട്ടും. അവിടെ പ്രസംഗിക്കാനുള്ള അവസരമൊന്നും. അതെ, ഈ നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതകം, അത് ആദ്യം ഇയാൾ അയൽവാസിയായ സജിത എന്ന് പറയുന്ന ലേഡിയെ 2019 കൊലപ്പെടുത്തുന്നു. അതിൻ്റെ പേരിൽ അതെന്തിനായിരുന്നു? അത് അയാളെ ഭാര്യ തമ്മിൽ തെറ്റിച്ചത് ഈ സ്ത്രീയാണെന്ന് പറഞ്ഞു അവരെന്താ കൂടോത്രം ചെയ്യുന്ന കണ്ടൊക്കെ പറഞ്ഞു. വെറും അന്ധവിശ്വാസത്തിന്റെ പേരിലാണ് ഇയാൾ ചെയ്തത്. ഭാര്യ പിണങ്ങിപ്പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാൾക്ക് അന്ന് ഇരട്ട ജീവൻ എന്നാണ് കിട്ടിയത്. അതിന്റെ പരോളം കണ്ട് ഇറങ്ങിയിട്ടാണ് ഇയാൾ ഇപ്പൊ ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അത് ഒന്ന് ഈ സജിതയുടെ ഭർത്താവിനെയും അയാളുടെ അമ്മയാണ് കൊലപ്പെടുത്തിയത്. ഇപ്പൊ സജിതയുടെ 2 മക്കള്, വലിയ 2 പെൺകുട്ടികൾ, അവര് മാത്രമാണ് ഇപ്പം ജീവനോടെയുള്ളത്. ഇവരെയും കൊല്ലും എന്നാണ് ഇയാൾ പറഞ്ഞത്. മാത്രമല്ല അയാൾ കോടതിയിൽ പറഞ്ഞല്ലോ ഇനി ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഗാന്ധിജിയല്ല, ഒരു കരണത്തടിക്കുന്നവന്റെ മറുകരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ ഗാന്ധിജിയല്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഇനി എല്ലാവരെയും കാച്ചും. ഇയാൾ സൈക്കോ ആണോ സൈക്കോ അഭിനയിക്കുന്നതാണോ എന്നാണ് സംശയം. ഇയാൾ വലിയ ക്രിമിനൽ ആണെന്നുള്ള കോടതിയോട് പറഞ്ഞു കേട്ടില്ല, എന്ത് വേണേ എഴുതിക്കോ, എന്നെ അങ്ങ് തൂക്കിക്കൊന്നോ. ഇത് കോടതിയോട് അദ്ദേഹം ശിക്ഷ നിർദ്ദേശിക്കും. ആദ്യം അയാളെ ഈ സൈദെ കൊന്ന കേസിൽ ഇരട്ട ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരാളാണ് അയാൾ. ഇനി അടുത്ത അയാൾക്കറിയാം അടുത്ത വധശിക്ഷ തന്നെ കിട്ടുമെന്നുള്ള നന്നായിട്ട് അറിയാം. അത് കണക്കാക്കി തന്നെയാണ് ഇയാൾ ഈ കോടതിയിൽ നിന്ന് ഈ പെർഫോമൻസ് നടത്തിയത്. ഏതായാലും കേരളത്തിൽ നമ്മുടെ സമൂഹം എന്തോ അത്ര മാറിപ്പോയിരിക്കും എന്നുള്ളത് അതൊരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അയാളുടെ ഭാര്യയെ എന്തോ കൂടോത്രം ക്ഷുദ്രം ചെയ്ത് അകറ്റിയെന്നോ എങ്ങാണ്ട് പറഞ്ഞു. ഭാര്യ അകറ്റിയത് ഇയാളുടെ കയ്യിലിരിപ്പുണ്ടായിരിക്കും, ഭാര്യ വിട്ടുപോയി. അത്രേ ഉള്ളൂ. ഇയാൾ സ്വഭാവം ഇങ്ങനെയുള്ള തന്നെ സ്വഭാവം വെച്ച് നോക്കാൻ അറിയാം എന്തായാലും സംഭവിക്കുന്നത്. എന്തായാലും ഈ കേസിൽ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ മറ്റന്നാൾ വിധിച്ചിരിക്കുകയാണ്. ചെന്താമരയെ പോലെയുള്ള ആൾക്കാർ, ശരിക്കും ഗോവിന്ദച്ചാമിയെ പോലെയുള്ള ചെന്താമരയെ പോലുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബാധ്യത. മാത്രമല്ല ഞാൻ ഇനിയും ഇവരെ എല്ലാം കൊല്ലും എന്ന് വെല്ലുവിളിക്കുമ്പോൾ ഇയാളെ പട്ടികയിൽ ഇയാളെ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഉണ്ട്. ഈ അടുത്ത് കൊല്ലാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോലീസുകാരനുണ്ട്. ഈ 2 കുഞ്ഞുങ്ങൾ ഭയങ്കര പേടിയിലാണ്. ഈ മരിച്ചുപോയ സജിതയുടെ അവരുടെ ഭർത്താവിന്റെ അമ്മയുടെയും കൊല നടത്തിയതിനെ തുടർന്ന് അവര് ഈ 2 കുഞ്ഞുങ്ങളും ഭയങ്കര ഭീതിയിൽ. ചെറിയ പെൺകുട്ടികളല്ലേ, അവർ ആ ഭയന്നാണ് ജീവിക്കുന്നത്. അതെ, എന്തായാലും ഇയാള് ജയിലിന് പുറത്തിറങ്ങാനേ പാടില്ല എന്നുള്ളതാണ് സത്യത്തിൽ വേണ്ടത്, അല്ലേ? അതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതിനാണ് നമ്മുടെ വിശ്വാസം. കാരണം അത്രയും ഭീകരനായ മനുഷ്യനാണ് ഇയാളെന്ന് കോടതിയുടെ മുന്നേ തന്നെ ഇയാൾ സ്വയം വിളിച്ച് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നിപ്പോൾ ആ കോടതിയിൽ ഒരിക്കലും സംഭവിക്കാത്ത രംഗങ്ങളാണ്. എനിക്കൊന്നു ഇങ്ങനെ ഒരു കോടതി മുറിയിൽ ഒരാൾ ജഡ്ജിയുടെ അടുത്ത് കയറി നിയമം എഴുതാൻ പറയാം. നമ്മൾ സിനിമയിലെ കണ്ടിട്ടുള്ളൂ. സിനിമയിലെ കോടതിയും യഥാർത്ഥ കോടതിയും രണ്ടാണ്. പക്ഷേ അത് രണ്ടും അയാൾ ജീവിതം കൈവിട്ട ആളാണല്ലോ. ഞങ്ങൾക്ക് അറിയാം. അവനേക്ക് എന്ത് വായി തോന്നിയാൽ വിളിച്ചു പറയാം. ഇതിന് രക്ഷപ്പെടണം എന്നുള്ള അയാൾ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല എന്ന് അറിയുകയും ചെയ്യാം. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനിടയിൽ NSSും BJPയുമായിട്ട് വീണ്ടും ഉടക്കായി. സുകുമാരൻ നായർ ഇന്നാണ് ഡൽഹിയിൽ NSSന്റെ ഒരു സമ്മേളനം നടന്നിരുന്നു. അവിടെ മന്നത്തിൻ്റെ ഒരു പ്രതിമ അനാചാരം ചെയ്തിരുന്നു. ആ ചടങ്ങിൽ വെച്ച് സുരേഷ് ഗോപിയും നമ്മുടെ ഉപരാഷ്ട്രപതി, അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ല, പക്ഷേ NSSന്റെ അദ്ദേഹം പരാമർശം നടത്തി. കാരണം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് സന്ദർശനാനുമതി നിഷേധിച്ചിരുന്നല്ലോ അവിടെ. അതെ, ഞാനാണ് എല്ലാം അതിന്റെ അധികാരി എന്ന് കരുതരുത് എന്നാണ്. അങ്ങനെ ചിന്തിക്കണമല്ലോ, അങ്ങനെ പറയണമല്ലോ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ 2ാമത്തെ പൗരനാണ്. ആ ഒരാളിന് പോലും അനുമതി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമല്ലേ. ഏതായാലും ജി സുകുമാരൻ നായർ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് അതിനേക്കാൾ രസകരമാണ്. അതെ, അല്ല, മന്നം സമാധിയിൽ മന്നം എന്ന് പറയുന്നത്
സാമൂഹ്യ പരിഷ്കരണം ഭാരതത്തിലെ തന്നെ സാമൂഹ്യ പരിഷ്കരണത്തിൽ പ്രധാനിയാണ്. നമ്മുടെ പൊതു സ്വത്താണ് അദ്ദേഹം. അതെ, അവിടെ ആർക്കും കടന്നു വരാം, അതിനെ ആർക്കും തടയാൻ അവകാശമില്ല. അത് തന്നെയാണ് ഉപരാഷ്ട്രപതിയും പറഞ്ഞത്. മന്ന സമാധിയിൽ ആര് വരണോ ആര് വരണ്ട എന്ന് തീരുമാനിക്കാൻ ആർക്കും അധികാരമില്ല. ആ മന്ന സമാധി എന്ന് പറയുന്നത്, മന്നോ എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ ഒരു സ്വത്താണ്. അദ്ദേഹം ഒരു സാമൂഹിക ആചാര്യനാണ്. പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മന്നത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് പോലും അവിടെ പ്രവേശനാനുമതി നൽകിയിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, അത് സത്യമാണെങ്കിൽ അത് അതിനേക്കാളും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ പലതവണ ശ്രമിച്ചിട്ട് അവരെ പോലും അങ്ങോട്ട് കടത്തി വിട്ടിരുന്നില്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഉപരാഷ്ട്രപതിയും സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. സുരേഷ് ഗോപി പറഞ്ഞ് ഏറെ വൈകാതെ മന്ന സമാധി സംശുദ്ധമാകുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ഇറക്കി വിടുമെന്നായിരിക്കും. ഇതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, മന്നം സമാധിയിൽ പോകുന്നതിന് സുകുമാരൻ നായരുടെ അനുമതി ആവശ്യം? അവരാരുടെ അനുമതി ആവശ്യം എന്താ? എന്തിനാണ് അനുമതി? സുകുമാരൻ നായർ പറഞ്ഞ വളരെ വിചിത്രമായ ന്യായീകരണമാണ്. ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരും രാഷ്ട്രപതി. പട്ടി കയറുന്നു. അതായത് മന്നം സമാധിയിൽ പട്ടി കയറുന്നു. ഇവിടെ ശബരിമല സന്നിധാനത്ത് വരെ പട്ടി കയറുന്നു. കാരണം ഒരു ക്ഷേത്രത്തിൽ ഒരു മോഷണം നടന്നാൽ ഒരു കാണിക്ക വഞ്ചി കുത്തി തുറന്ന് മോഷ്ടിക്കുന്നു, അല്ലെ അകത്ത് ശ്രീകോവിൽ കുത്തി തുറന്ന് മോഷ്ടിക്കുന്നു, അതിനകത്ത് ആരൊക്കെ കയറും? അതിനകത്ത് ഈ പറയുന്ന ഫോറൻസിക് വിദഗ്ധർ കയറും, ഈ പറയുന്ന ഡോഗ് സ്ക്വാഡ് കയറും, ഇല്ലേ? അതുപോലെ പോലീസിന്റെ എല്ലാ ആൾക്കാരും ഇതിനകത്ത് കയറി തെളിവുകൾ ശേഖരിക്കും. ഇത് അന്വേഷണത്തിന്റെ ഭാഗമാണ്. അത് ആചാരം അവിടെ നിൽക്കട്ടെ. അവിടെ നടന്ന ഒരു മോഷണം എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ നടപടിയാണ്, ഭരണഘടന അനുസരിച്ചുള്ള ഒരു നടപടിയാണ് അവിടെ നടക്കാൻ പോകുന്നത്. ഒരു മോഷണം നടന്നാൽ അന്വേഷിക്കണം എന്നുള്ളത് പോലീസിന്റെ ചുമതലയല്ല. നായ അത്ര മോശം മൃഗമൊന്നുമല്ല. നായ വളരെ നന്ദിയുള്ള, വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള, നമ്മളീ പറഞ്ഞതുപോലെ ഡോഗ് സ്ക്വാഡിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ബോംബ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പരിശീലനം കിട്ടിയതാണ് ഡോഗ് സ്ക്വാഡ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ പറയുന്ന ഇദ്ദേഹം ഉപരാഷ്ട്രപതിയെ പോലെ ഒരാൾ, അദ്ദേഹം വരുമ്പോൾ ഇന്ത്യയുടെ രണ്ടാമത്തെ പൗരനാണ്. അതിൻ്റെതായിട്ടുള്ള സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ട്. അത് ഈ NSSന്റെ ജനറൽ സെക്രട്ടറിയെക്കാളിലൊക്കെ ഒരുപാട് ഉയരത്തിലുള്ളതാണ്. ഇത് അദ്ദേഹത്തിന് ഇനി അവിടെ കയറണമെങ്കിൽ അത് നടക്കും. പണ്ട് നരസിംഹറാവു ചെരുപ്പിട്ടുകാരെന്നങ്ങാണ്ട് പറഞ്ഞ് പണ്ടൊരു വിവാദം. ചെരുപ്പിട്ടുകാരിൽ ഒത്തിരി പേര് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലതല്ലേ ഞാൻ പറഞ്ഞത്, ഈ ഉപരാഷ്ട്രപതിക്ക് അവിടെ കയറാൻ ഈ ജനറൽ സെക്രട്ടറിയുടെ അനുവാദമാണ്. അല്ല, അതാണ് കാരണം. ഇത് ഈ NSS എന്ന് പറഞ്ഞത് സംഘടന സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സംഘടനയാണ്. അതെ, നമ്മുടെ സർക്കാരിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ആള് വരെയാണ്. അതെ, അത് വരുമ്പോൾ നിങ്ങളെ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് നിങ്ങളെ ഞങ്ങൾ തടഞ്ഞിരിക്കുമെന്ന് പറഞ്ഞാൽ, ഇപ്പം അത് ഇനി അഥവാ അദ്ദേഹത്തിന് കയറണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു വിഷയമാണ്, അത് നീട്ടി പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അവിടുത്തെ കേരള ഹൗസിനോട് അനുബന്ധിച്ചുള്ള ട്രാവൻകൂർ പാലസിന്റെ ആ ബിൽഡിങ്, അവിടെ അതിന്റെ ഈ ശിലാഫലകം, അന്ന് റിനോവേറ്റ് ചെയ്തിന്റെ ശിലാഫലകം ഉമ്മൻചാണ്ടിയുടെ പേരിലുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ അടുത്ത് ദൂരെ കളഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം പറമ്പി കളഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി PK ബഷീർ, അദ്ദേഹം പൊതുമരാമത്ത് മന്ത്രി, അദ്ദേഹം അവിടെ എത്തിയപ്പോൾ ഇത് കണ്ട് അദ്ദേഹം പറഞ്ഞ് മാറ്റി വയ്ക്കാൻ പറഞ്ഞു, പഴയതുപോലെ തിരിച്ചു വയ്ക്കാൻ പറഞ്ഞു. അവിടെ ഉദ്യോഗസ്ഥന്മാരെ മറുപടിയാണ്, ഇത് ഞങ്ങൾക്ക് റെസിഡന്റ് കമ്മീഷണർ പെർമിഷൻ വാങ്ങിക്കണം. അപ്പോൾ അദ്ദേഹം സ്വാഭാവികം ചോദിച്ചു, മന്ത്രിയെ ഞാൻ പറഞ്ഞ അനുസരിക്കണോ ഉദ്യോഗം പറഞ്ഞ അനുസരിക്കണോ എന്ന് ചോദിച്ചു. അല്ല, ഞാനാണ് നിങ്ങളോട് പറയുന്നത്, അത് പൊട്ടിത്തെറിച്ചു. ഉടനെ അവർ ഓക്കെ സാർ റെഡിയാക്കാം എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിക്കുക, ഇതുപോലെയുള്ള നൂലാമാലകൾ. ഇതിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഡൽഹി NSS യൂണിയന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മന്നത്ത് ആചാര്യന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയാണ്. ഈ NSS ഡൽഹിയിൽ സ്ഥാപിച്ച NSS എന്ന് പറഞ്ഞ സംഘടന ഈ കേരളത്തിലെ NSS നേരിട്ട് ബന്ധം ഉണ്ടോ എന്ന് സംശയമുണ്ട്. അതല്ലെങ്കിൽ സുകുമാരൻ നായർ പങ്കെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ പരാമർശം നടത്താനുള്ള സാധ്യതയും കാണുന്നില്ല. ഇനി അവിടെ പ്രാദേശികമായി ഞാൻ രൂപീകരിച്ച ഒരു സംഘടനയാണോ എന്ന് അറിയില്ല. എന്തായാലും ഇവിടുന്ന് ആരും പോയില്ലെന്ന് തോന്നുന്നു. അതാണ്, ആരും കാണുന്നില്ല. ഇത് പിന്നെ മാപ്രാണം കരയോഗം പോലെ ആയിരിക്കും. ഏതാ മറ്റേ പണ്ട് തരൂരിന് അദ്ദേഹം ഡൽഹി നായരെന്ന് വിളിച്ചു, ഡൽഹി നായന്മാരെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ മാപ്രാണം കരയോഗം പോലത്തെ മാപ്രാണം കരയോഗം. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വിരുദ്ധ കമന്റ് ഇട്ടിരിക്കുക. ഇന്ന് മറ്റേ അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ, പുതിയ സിനിമ കാണാൻ പോയിരിക്കുക. നമ്മൾ ഇതിനകത്ത് സിനിമ ഡയലോഗ് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇതിനകത്ത് സിനിമ ഡയലോഗ് പറയാൻ ഞങ്ങൾ രണ്ടുപേര് സിനിമ ഡയലോഗ് പറയുന്നത്. നമുക്ക് രാഷ്ട്രീയമായിട്ട് സാമൂഹികപരമായ ഒരു കാര്യം കാണുമ്പോൾ നമുക്കൊരു സിനിമയായിട്ട് പെട്ടെന്ന് കോർഡിനേറ്റ് ചെയ്യാൻ കഴിയും. സന്ദർഭത്തോട് യോജിച്ച് നിൽക്കുന്ന സിനിമയുടെ ഡയലോഗുകൾ വരും. ഞാനിപ്പോ പറഞ്ഞ അഴകിയ രാവണനിൽ ഇന്നസെന്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങള് മാപ്രാണം കരയോഗത്തിന്റെ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞ പോലെ നിങ്ങള് ബോംബെയിൽ എവിടെ ഘാട്ട്കോപ്പറിന്നാണോ അന്തരിയിലാണോ അവിടുത്തെ കരയോഗത്തിന്റെ പ്രസിഡന്റ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഡൽഹി കരയോഗത്തിൽ ആരാണോ അറിയില്ല. കാരണം ഇത് നേരിട്ട് ബന്ധമുള്ളതല്ല, അല്ലെങ്കിൽ അപ്പൊ പിരിച്ചു വിടൂല. അവിടെ ഇത്രയും വലിയ യോഗം നടത്തി എന്ന് പറഞ്ഞാൽ കാരണം വെള്ളാപ്പള്ളിയും സുമാരനായാലും തങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു താഴെ കീഴ്ഘടകത്തിൽ പ്രശ്നം ഉണ്ടാക്കി അപ്പൊ തന്നെ പിരിച്ചു വിടും. എന്തായാലും ശക്തമായിട്ട് സുകുമാരൻ നായരും തിരിച്ചടിച്ചിട്ടുണ്ട്.
സുരേഷ് ഗോപിയും പറഞ്ഞു ഇയാളെ ഇവിടുന്ന് ഉടനെ ഇറക്കി ഇത് സംശുദ്ധം ആകാമെന്ന് പ്രതീക്ഷ. സുരേഷ് ഗോപി ഇയാളെ ഇറക്കി വിട്ടാ, അതെ അതെ അയാൾ അവിടെ കയറ്റാതെ അന്ന് സംഭവിച്ചത് അന്നേരം ബജറ്റ് സമ്മേളനം വരെ നടക്കരുത്. അപ്പൊ അത് ആ പ്രതിനിധിസഭാ അംഗങ്ങളല്ലാത്തവർക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല. ഇല്ല. അതായത് സുരേഷ് ഗോപി അത് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു. അല്ല, ഇതിന് ഇദ്ദേഹത്തെ കാണണമെന്ന് വാശി പിടിക്കായിരുന്നു. അപ്പൊ എന്തിനാ അത്രേ ഇദ്ദേഹത്തെ കാണുന്നത്? അവിടെ മന്നത്താചാര്യന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തുന്നവർ, അല്ലെ പ്രണാമം അർപ്പിക്കാൻ എത്തുന്നവർ അവിടെ പ്രണാമം നടത്തി തിരിച്ചു പോകുന്നു. വി.എം. സുധീരൻ KPSC പ്രസിഡന്റായ സമയത്ത് അദ്ദേഹം അവിടെ പോയി മന്നത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ഇറങ്ങി പോയി. സുകുമാരൻ നായർ സുധീരൻ വന്ന് പറഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ സുധീരൻ്റെ വഴിക്ക് പോയി. പക്ഷേ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അടക്കമുള്ളവർക്ക് അനുമതി നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്കത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. എന്തിൻ്റെ പേരിലാണെങ്കിലും, പട്ടി കയറുമെന്ന പേരിലാണെങ്കിലും, പരിശോധന ഉണ്ടാകുന്ന പേരിലാണെങ്കിലും, എങ്ങനെയാണെങ്കിലും. കാരണം അത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി തന്നെയാണ്, അതൊരു പദവിയാണ്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അതുപോലെ CPM-ലേക്ക് നമ്മൾ വരേണ്ടി വരും. CPM-ലേക്ക് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുകയാണ്. അപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം പ്ലസ് ഫുട്ബോൾ, ലോകകപ്പ് ഫുട്ബോൾ അവർ കാണുന്നു, നടക്കുകയാണ്. ഇവരെ ചർച്ച ഒന്നിച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നലെ അർജന്റീന സ്വിറ്റ്സർലൻഡ് കളി കാണുന്ന സമയത്ത് MA ബേബി പറഞ്ഞു, പാസ് ചെയ്യണം, നമ്മൾ പന്ത് പാസ് ചെയ്ത് കളിക്കണം, ഒരാൾ തന്നെ ഗോൾ അടിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞു. ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന് അറിയില്ല. എന്താണെങ്കിലും രണ്ടാശാന്മാരെ ആയിരിക്കും പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്, MV ഗോവിന്ദനെയും പിണറായി വിജയൻ. ഈ ബോള് പാസ് ചെയ്യണം, ചുമ്മാ ഒറ്റയ്ക്ക് തിന്നരുത്, നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ കൊടുക്കണം, അതാണ് അതിന്റെ അർത്ഥം. അല്ല, അത് തന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. ഏതായാലും ഇതിൻ്റെ ഇടയിൽ കൂടെ വേറെ സംഭവ വികാസം ഉണ്ടായത്. ഇപ്പോൾ താരമായി നിൽക്കുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാജേഷാണ്. അദ്ദേഹം 2 ദിവസം കൊണ്ട് വാർത്തകൾ നിറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ KK രാജേഷിന്റെ പേരിൽ KK രാജേഷ് ജില്ലാ സെക്രട്ടറിയാക്കി ശരിയായ രീതിയിൽ കൂടെ അല്ല എന്ന് പറഞ്ഞ് ഒരാൾ പരാതി കൊടുത്തിരിക്കുകയാണ്. സാധാരണ ഇത്തരം കെട്ടിയിറക്കലുകൾ നടക്കുന്ന കോൺഗ്രസിലാണ്. കോൺഗ്രസ് ഇവിടെ ഒരാൾ KPCC പ്രസിഡന്റ് ആയി നിൽക്കുമ്പോൾ അങ്ങ് ഡൽഹിയിൽ നിന്ന് ഒരാൾ പറന്നിറങ്ങും, അല്ലെ മുഖ്യമന്ത്രിയായി നിൽക്കും പറന്നിറങ്ങും. കെട്ടിയിറക്ക സ്ഥാനാർത്ഥികൾ ഒരുപാട് ഇറങ്ങുന്ന ഈ ഇലക്ഷൻ സമയത്ത് കെട്ടിയിറക്ക സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇത് അജ്ഞാതനൊന്നുമല്ല. അവിടുത്തെ കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവാണ് പരാതി കൊടുത്താണ് പറയുന്നത്. പരാതി കൊടുത്തു, MAVക്ക് കൊടുത്തു. കാരണം ജില്ലാ കമ്മിറ്റി അംഗമല്ലാത്ത ഒരാളെങ്ങനെ ജില്ലാ സെക്രട്ടറി? ചോദ്യമാണ്. പാർട്ടിയുടെ ഭരണഘടനയുണ്ട്, ബാക്കി എല്ലാ കാര്യത്തിനും ഇവർ പാർട്ടി ഭരണഘടന, ഉൾപാർട്ടി ജനാധിപത്യം, ഉൾപാർട്ടി ചർച്ചകൾ, ഉൾപാർട്ടി വളരെ കാലമായി കണ്ണൂർ ജില്ലാ ഘടകത്തിൽ പ്രവർത്തിച്ചിരുന്നില്ല. മറ്റേ രാജ്യസഭാംഗമായിരുന്നു, DYFIയുടെ നേതാവായ സകലിന്റെ പാരോഗ്യക്കാരെന്നാണ്. അതല്ലാതെ ഒരിക്കലും അവിടെയാണ്. അതായത് കണ്ണൂരിൽ എന്തിനാണ് കൊണ്ടിരുത്തിയെന്ന് ചോദിച്ചാൽ, ഇയാളെ ഇരുത്തിയത് മധുസൂദനന്റെ ഫണ്ട് തട്ടിപ്പും അതുപോലെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇയാളെ അവിടെ കൊണ്ടുവന്നത്. അതാണ് യഥാർത്ഥ സംഭവം. അത് തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കണ്ട കാര്യം. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത് തന്നെ നേതാക്കളുടെ ധാർഷ്ട്യത്തെക്കുറിച്ചും അതെ, ധാർഷ്ട്യം നമ്മുടെ കേരളത്തിലെ അവരെ മാത്രമല്ലത്, ബംഗാളിലും. അല്ല, അതാണ് രസകരമായ കാര്യം. എത്രയോ വർഷം കൊണ്ട് ഭരണത്തിന്റെ പുറത്തായി റോഡിൽ ഇറങ്ങിയ നാട്ടുകാരെ ഓടിച്ചിട്ട് അടിക്കുന്ന പശ്ചിമ ബംഗാളിലെ നേതാക്കന്മാർക്ക് ഇപ്പോഴും ധാർഷ്ട്യമാണെന്ന് കേന്ദ്ര കമ്മിറ്റി. ഒരു സീറ്റ് പോലും കിട്ടാത്ത ബംഗാളിൽ പോലും ധാർഷ്ട്യമാണ്, നേതാക്കളുടെ ധാർഷ്ട്യമാണ് തോൽപ്പിച്ചത്. അതായത് ഇവര് പുറത്തോട്ടിറങ്ങിയാൽ CPM ആണ് ഒരു കൊടിയും പിടിച്ചോണ്ടിറങ്ങിയ തൃണമൂലുകാർ ഓടിച്ചിട്ട് അടിച്ച് ഇവരുടെ ഊപ്പാട് വരുത്തുന്ന ഒരു, എന്നിട്ട് ജീവിക്കാൻ ഗതിയില്ലാതായപ്പോൾ അവരെല്ലാം കൂടെ ചെന്ന് തൃണമൂലിൽ ചേർന്നു. ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഭരണം പോയതോടുകൂടി നാട്ടുകാരിപ്പോ ഓരോ കൈവയ്ക്കാൻ തുടങ്ങി. ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ CPM നേതാക്കളുടെ ധാർഷ്ട്യമാണ് ഇതിന് കാരണമായി മാറിയത്. അത് G. സുധാകരൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ നേതാക്കന്മാരെല്ലാം കൊണ്ട് വയോജന വിദ്യാഭ്യാസ ക്ലാസ്സിൽ ഇരുത്തുന്നത് വിവരം കൈവരാൻ. ഈ ധാർഷ്ട്യം മാത്രമല്ല, അതിന്റെ കൂടെ ഈ പാർട്ടി സാധാരണക്കാരിൽ നിന്നും അകന്നുപോയി, ലേമൻസിൽ നിന്ന് അകന്നു. അതുപോലെ ഇതിന്റെ മറ്റേ പോഷക ഘടകങ്ങൾ കീഴ്ഘടകങ്ങൾ നിർജ്ജീവമായി പോയി എന്നൊക്കെയുള്ള കാരണങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഉന്നം വയ്ക്കുന്നത് ഈ രണ്ടുപേരെയാണ്. വീട്ടിലെ ടോയ്ലറ്റ് കാണാകുമ്പോൾ ചെന്ന് റിസോർട്ട് മൊത്തത്തിൽ വാടകയ്ക്കെടുത്ത് താമസിക്കുന്ന യുവജന നേതാക്കളുള്ള സ്ഥലമാണ്. അവിടെ പിന്നെ അവരെ മറന്നു, സ്വാഭാവികമാണ്. എന്നിട്ട് അവര് തന്നെയാണ് ഞങ്ങൾ പൊതിച്ചവറ് കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ എന്താണെങ്കിലും ഇത് ഉന്നം വെച്ചിരുന്നത് ഈ രണ്ടുപേരെയാണ്. പക്ഷെ ഒരു കാര്യം കൂടെ MAV പറഞ്ഞു, തൽക്കാലം മാറ്റത്തില്ല. അതായത് അതിനൊരു കാരണം പറയുന്നുണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട രീതിയിൽ വന്നവരാണ്. ഇപ്പം പാർട്ടി എന്താ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു, മറ്റേ പ്ലീനോ പാർട്ടി കോൺഗ്രസും കഴിഞ്ഞു. അപ്പോൾ അതിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്. അവരെ ജനാധിപത്യ മാർഗത്തിൽ തന്നെ ഉൾക്കൊള്ളണം. അതുകൊണ്ട് തന്നെ ഈ രണ്ടെണ്ണത്തിനെ ഇവിടെ ഇരുത്തിയേക്കും. അതോടുകൂടി ഈ പാർട്ടി തീരുവെന്നുള്ള സന്ദേശം എന്താണെങ്കിലും MA ബേബി തന്നിട്ടുണ്ട്. പാർട്ടിക്ക് ഒരു അന്ത്യകൂദാശ നൽകാൻ വേണ്ടി രണ്ടുപേരും നിർത്തിക്കാണോ ഇതിന്റെ പിന്നിലുള്ളതെന്നാണ് പാർട്ടി യുവജനങ്ങൾ ചോദിക്കുന്നത്. കാരണം അവരാകെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, CPM വലിയൊരു ഭാഗം ഈ എന്താണ് ഒരു മധ്യ വയസ്സുള്ളവർ, അതിൻ്റെ താഴോട്ടുള്ളവരും ആകെ അതൃപ്തരാണ്. കാരണം അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇനി ലഭിക്കേണ്ടതായിരുന്നു രാഷ്ട്രീയ ജീവിതത്തിൽ. ഈ പിണറായിക്ക് മുഖ്യമന്ത്രിയും PV മെമ്പറും എല്ലാം ഓക്കെ, കോവിദിനും ഇതെല്ലാമായി. ഇവർക്കും നാളെ ഇതൊക്കെ ആകണ്ടേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ പാർട്ടിയെ ഇല്ലാതായി പോയാലേ ഇവർക്കൊക്കെ നാളെ മന്ത്രിയും MLA MP യും
ഇന്ന് രാജ്യസഭ അംഗമാകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. 35 സീറ്റേ ഉള്ളൂ. എവിടെ ചെന്ന് എടുക്കും ഒരു സീറ്റിന്റെ ആ എന്നുള്ളതാണ്. സീറ്റിൽ അത് ഈ കേരളത്തിൽ നിന്ന് തന്നെ വേണം, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് എവിടുന്നേലും കൊണ്ടുവരാന്ന് നിലവിൽ ആദ്യത്തെ ടൈമിൽ പോയ ഓരോ ആശാൻ പറഞ്ഞിട്ട് ഒരു സെക്കൻഡ് ടൈം പ്രതീക്ഷിച്ചിരിക്കുക. ഇനി അത് വേണ്ട, അതിനെ തിരിച്ചു വരേണ്ടി വരും. ഇത്തവണയും കുറെ പേരെ കൂടുതൽ കയറ്റി വിടാമെന്നൊക്കെ വിചാരിച്ച് ഇവർ ഇരുന്നതാണ്. എല്ലാം പോയി കിട്ടി. ഇതേ അവസ്ഥയിൽ UDF വരുമെന്നും അപ്പോൾ UDF നഷ്ടമാകുന്ന സീറ്റ് ഞങ്ങൾക്ക് കിട്ടുമെന്നും ഒക്കെ കരുതിയിരുന്നതാണ്. എന്താണെങ്കിലും വളരെ വിശദമായ ചർച്ച കേന്ദ്ര കമ്മിറ്റിയിൽ നടക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ നടന്നെന്ന് പറഞ്ഞാലും പിണറായി വിജയനെ ഒന്നും ചെയ്യാൻ ഇവർ പോകുന്നില്ല. ഇല്ല, കാര്യം മൂഷികശ്രീ പിന്നെ മൂഷികശ്രീയാന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ കണ്ടാണല്ലോ പിണറായി വിജയന്റെ ശൗര്യം ഡൽഹിയിൽ. അതെ, കോലിട്ട് കുത്തുന്ന ഓലം കൊണ്ട് വരെയാണ് എൻ്റെ നേരെ മൈക്ക് ചാനലില് മൈക്കുകളെ അദ്ദേഹം വിമർശിക്കുകയാണ്. അല്ല, ഇതാണ് ഈ ധാർഷ്ട്യത്തെ മലയാളി അംഗീകരിക്കുകയില്ല. ഇയാളുടെ ധാർഷ്ട്യം എന്താണ്? ഇദ്ദേഹത്തിന്റെ തനതായ ശൈലി. പരുക്കനായ പിണറായി വിജയൻ. ഇത് മണിയാശാന്റെ കാര്യം പറയുമ്പം ഗ്രാമീണ ഭാഷ പറയുന്ന പിണറായി, പിന്നെ എന്താ മണിയാശാൻ. എന്നിട്ട് മണിയാശാൻ പറയുന്നത് ശുദ്ധ തെറികൾ. ഈ തെറി തന്നെയാണ് പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കും, അദ്ദേഹം നിറത്തെ അപമാനിക്കും, എല്ലാത്തിനെയും അപമാനിക്കും. അപ്പോൾ അതെല്ലാം ഗ്രാമ്യ ഭാഷയാണ്. അങ്ങനെയാണ്, ഗ്രാമ്യ ഭാഷയിലാണ്. അപ്പൊ പിണറായി വിജയന്റെ ധാർഷ്ട്യം എന്ന് പറയുന്നത്, പിണറായി വിജയൻ കോപിഷ്ഠനാകുമ്പോൾ അദ്ദേഹം പരുക്കനായ നേതാവാണ്. ഒരുപാട് പോലീസ് ഉള്ളിൽ നിറയെ സ്നേഹമുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ നാട്ടിലെ പക്ഷി മൃഗാദികളോടും പട്ടിയോടും പൂച്ചയോടും ഒക്കെ സ്നേഹം വഴിഞ്ഞൊഴുകുന്ന ഒരാളാണ്. പിന്നെ പക്ഷേ ആൾക്കാരെ ഒരു ഒറ്റ വെട്ടിന് 51 വെട്ടിനൊക്കെ കാച്ചാനുള്ള സെറ്റപ്പുകളൊക്കെ കാണും എന്നുള്ളത്. അതോടുകൂടി കേരളത്തിൽ ഇത്തരത്തിലുള്ള ഇവർ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതല്ലെങ്കിൽ TK ഗോവിന്ദനും B കുഞ്ഞേശ്വരനും ഭൂമിയിൽ കാണൂലായിരുന്നു. ഇവരെ എന്നെ രക്തസാക്ഷിത്വം ആചരിച്ച G സുധാകരൻ ഇന്നും വിളിച്ചിട്ടുണ്ട്. നാസറാണ് എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നാസർ അവരുടെ നേതാവ് മന്ത്രി G സുധാകരൻ കൈകാര്യം ചെയ്യുന്നതാണ് പറഞ്ഞത്. ആലപ്പുഴ ജില്ല കൈകാര്യം ചെയ്യാതെ അടിക്കുമെന്നാണ്. അപ്പോൾ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്നെ ആരെങ്കിലും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിൽ പ്രതിയാകുക നാസറായിരിക്കും. നാസർ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ സലാമും ഈ പറയുന്ന എന്താ പേര് സജീവ് നമ്പർ 1 ക്രിമിനൽസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവന്മാർ ക്രിമിനലുകളാണ്, ഇവന്മാർക്ക് വേറെ പരിപാടിയൊന്നുമില്ല, ഇവന്മാർ ഈ പാർട്ടിയിലെ ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നത്. അല്ല, ഇക്കാര്യത്തിൽ G സുധാകരനും ആലപ്പുഴ CPM ഒന്ന് മിതത്വം പാലിക്കുന്നതാണ് നല്ലത്. കാരണം സുധാകരൻ അവരെ വലിയ നേതാവ്. ഇന്ന് സുധാകരൻ്റെ അവിടോട്ട് മാർച്ചോ ബഹളോ ഉണ്ട്, വീട്ടിലോട്ട് മാർച്ചോ ഓഫീസിലോട്ട് മാർച്ചോ അതൊക്കെ ഉണ്ടായിരുന്നത്. കാരണം സുധാകരൻ സുധാകരൻ ഒരു വലിയ ശത്രുവായി അവർക്ക് മാറി. അതങ്ങനെയാണ് എപ്പോഴും. CPM-മാരെ സംബന്ധിച്ചിടത്തോളം എതിർ രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ടവനല്ല അവരുടെ പ്രധാന ശത്രു. സ്വന്തം പാർട്ടി നിന്നിട്ട് വിട്ടുപോകുന്നവനാണ്. അവനെ പുറകെ നടന്ന് ആക്രമിക്കുക എന്നുള്ളത്. PV കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന കേരളത്തിലെ LDF കൺവീനറായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട CPM നേതാവായിരുന്നു. 81-ലെ K കരുണാകരൻ്റെ ഈ കാർഷിക മന്ത്രിസഭ വരെ വലിച്ചു താഴെ നേതൃത്വം കൊടുത്ത PV കുഞ്ഞിക്കണ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്തായപ്പോൾ അദ്ദേഹം മകളുമൊത്ത് കണ്ണൂരിലെ യാതൊരു സഹകരണ സംഘത്തിൽ വോട്ട് ചെയ്യാൻ വന്നപ്പോൾ വിളിച്ച തേറി മോളെയും ഈ അച്ഛൻ അത്തരം ആൾക്കാരാണ്. ഇന്നലെ വരെ നമ്മൾ സാവെന്ന് വിളിച്ച് LDF കൺവീനർ എന്ന് പറയാൻ പറയല്ലോ, ഏറ്റവും വലിയ പദവി ഇരുന്ന ആളിനെ പാർട്ടി നിന്ന് പുറത്ത് MP ആർ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടോ, നിയമസഭയ്ക്കകത്തിട്ട് ചവിട്ടിക്കൂട്ടിയാലും നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെ ഗൗരിയമ്മയും ഒന്നും അങ്ങനെ അധികം അറ്റാക്ക് ചെയ്യാൻ അവർ കഴിയാതെ പോയത് അവർക്ക് വല്ല ശക്തമായ പിൻബലം ഉണ്ടായിരുന്നത് മാത്രമാണ്. ഗൗരിയമ്മ അത് അവർ സ്ത്രീ ആയതുകൊണ്ടായിരിക്കും അവർ ആക്രമിക്കാൻ പോകാത്തത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് അലച്ചുകൊണ്ടിരുന്ന, അല്ലെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കേസായിരുന്നു MR അജിത് കുമാറിൻ്റെ രക്ഷാപ്രവർത്തന അട്ടിമറി. അതിലിപ്പോൾ ഇനിയിപ്പോൾ MR അജിത് കുമാറിനെതിരെ നടപടി വന്നേക്കും എന്നുള്ള വാർത്തയാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പക്ഷേ നടപടി വരാതെ നമ്മൾ വിശ്വസിക്കുകയില്ല. ഭരണം UDF ആണ്, സംരക്ഷിക്കാൻ ആഞ്ഞു പിടിക്കുന്നു. 100 രക്ഷകന്മാർ ഇറങ്ങിയിട്ടുണ്ട്. സകല പ്രവാസി വ്യവസായികൾ എല്ലാം തെക്കൻ കേരളത്തിൽ നിന്നുള്ള പ്രവാസി വ്യവസായി. നിങ്ങൾ ഉദ്ദേശിച്ച വേറൊരു വ്യവസായിയാണ്, അദ്ദേഹമല്ല. ഇത് തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു പ്രവാസി വ്യവസായിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു നീക്കം സഹായം ചെയ്തു കൊടുത്ത ഒരുപാട് കക്ഷികളുണ്ട്. അവരെല്ലാം കൂടെ കൂട്ടത്തോടുകൂടി വന്നാൽ രമേശ് ചെന്നിത്തല ഇപ്പോഴത്തെ ഓട്ടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കി അദ്ദേഹം ആകെ പ്രകോപിതനാണ് അജിത് കുമാറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ. നമ്മൾ ആദ്യം കരുതി അജിത് കുമാറുള്ള ദേഷ്യം കൊണ്ടാണ്. പിന്നെ ഒരു രക്ഷകന്റെ ഒരു സ്നേഹമാണ് നമ്മൾ. പക്ഷേ KC വേണുഗോപാൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് KC വേണുഗോപാൽ ഇടപെട്ടില്ലായിരുന്നെങ്കിലോ? KC വേണുഗോപാൽ ഇടപെടാതിരിക്കാൻ KC വേണുഗോപാലിന് കഴിയില്ല. കാരണം KC വേണുഗോപാൽ ആലപ്പുഴയുടെ MP ആണ്. അത് മാത്രമല്ല, ഈ AD തോമസ് എന്ന് പറയുന്ന MLA, അജയ് കുര്യാക്കോസ് എന്ന് പറയുന്ന കുര്യാക്കോസ് സിൻഡിക്കേറ്റ് മെമ്പർ, ഇവരൊക്കെ ഈ KCയുടെ ആളാണ്. ഇത് അവരുടെ ആളാണ് എന്നുള്ളതല്ല ഇതിനകത്തെ കാര്യം. ഇത് ഈ വലിയ ഒരു കേസ്, അതായത് 2 യുവാക്കളെ അതിക്രൂരമായി നരനായാട്ട് നടത്തിയ ഒരു കേസ്, അത് അട്ടിമറിക്കാൻ വേണ്ടി ഈ ADGP നടത്തിയ ശ്രമങ്ങൾ, കേരള പോലീസ് കേട്ടുകേഴ്വിയില്ലാത്ത ശ്രമങ്ങളാണ്. അതും ക്രമസമാധാന ചുമതലയുള്ള ADGP എന്നുള്ളതിൽ അധികാര ദുർവിനിയോഗമാണ് നടത്തിയിരിക്കുന്നത്. ഇയാൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം കേസെടുക്കാവുന്നതാണ്. ആ കേസ് കൂടി ഇതിൻ്റെ കൂടെ എടുക്കണം എന്നുള്ളതാണ്. കാരണം ഇയാളെ സസ്പെൻഡ് ചെയ്താൽ മാത്രം പറയാം. ഇയാൾക്ക് സസ്പെൻഷൻ ഒഴിവാക്കാൻ ഇയാൾ ഓടി നടക്കുന്നത് എന്തിനാണെന്നറിയോ? ഇയാളുടെ DGP പദവി പോവും. DGP പദവി കിട്ടില്ല. ഇപ്പോൾ ADGP ആണല്ലോ. ഈ മാസം അവസാനമാണ് അതിൻ്റെ കമ്മിറ്റി കൂടുന്നത്. അപ്പം
അതിനുവേണ്ടിയാണ് ഇപ്പോൾ എല്ലാവരും ഇയാൾക്ക് വേണ്ടി കോൺഗ്രസ്സുകാർ മൊത്തം ഇറങ്ങി നിൽക്കുന്നത്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, സത്യത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളോടാണ് അക്കാര്യത്തിൽ. കാരണം ഈ മാധ്യമങ്ങളെ വേട്ടയാടുന്നതിന് നേതൃത്വം കൊടുത്തയാളാണ് ഇയാളാണ് ഈ ഇവരെ അടിപ്പിച്ചത്. അതെ, നിങ്ങളെ ഇറങ്ങി വരുന്ന കരിങ്കൊടിയും കൊണ്ട് വരുന്നവനെ അറിഞ്ഞു നൂത്തോ, ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ പിണറായിയുടെ കിങ്കരന്മാരുണ്ട്, വലിയ തടിയും കൊണ്ട് നടക്കുകയാണല്ലോ. കാരണം അതെ, എന്നിട്ട് നിയമവിരുദ്ധമായിട്ട് ലാത്തി എങ്ങനെ അവരെ കഴിച്ചു? അത് ഈ തൊണ്ടിയാണ്. ആ തൊണ്ടി ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. അല്ല, ഇത് എനിക്ക് തോന്നുന്നത് ഇത് അവസാനം ഈ കേസ് അന്വേഷിക്കാൻ പോയി 2 SIമാർ തലയിൽ കെട്ടി വെച്ച് തടികൂരാനാണ് ഇയാൾ ശ്രമിച്ചത്. അതെ, പക്ഷേ അവര് ഇതിനകത്ത് പറ്റിപ്പോയത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടല്ലോ, അതിൽ ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന SP, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എടുത്ത കൃത്യമായ മൊഴിയാണ്. അവിടെയാണ് ഇയാൾ കുടുങ്ങിയത്. നീതിമാനായ ഉദ്യോഗസ്ഥനെ പറഞ്ഞേച്ചും കൃത്യമായിട്ട് വന്നു. കാരണം ഇത് നാൾ വഴിയുണ്ട് ഇതിന്. അതായത് ഈ നവംബർ 23-നാണ് തലയ്ക്ക് അടിക്കുന്നത്. 2023 നവംബർ 23. ഈ നവംബർ മാസത്തിലാണ് അടിക്കുന്നത്. ഈ അടിക്കുന്ന ദിവസം ഇവരെ തലയ്ക്കടിക്കുന്നു. അത് കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ടാണ് അടിക്കുന്നത്. അതിനുശേഷം SP-യുടെ റിപ്പോർട്ട് പോകുന്നു. കസ്റ്റഡിയിൽ ഇരുന്ന പ്രതികളെയാണ് ഇവർ അടിച്ചത് എന്ന് പറഞ്ഞ റിപ്പോർട്ട് പോകുന്നു. എല്ലാ റിപ്പോർട്ടുകളും ഇവർക്ക് എതിരെ ആണ് ചെല്ലുന്നത്. ചെന്ന് കഴിയുമ്പോഴാണ് ഇയാൾ അവതരിക്കുന്നത് എങ്ങനെയാണ്? പടിപടിയായിട്ടാണ്. ആദ്യം അവിടുത്തെ SP-യുടെ റിപ്പോർട്ട് മേടിച്ച് ഒരു മൂലയ്ക്ക് മാറ്റി വെക്കുന്നു. DYSP-യുടെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് മേടിക്കുന്നു. ഈ DYSP കൊടുക്കുന്നത് യഥാർത്ഥ റിപ്പോർട്ട് കൊടുക്കുന്നു. അയാളെ വിളിച്ചു വരുത്തി ശാസിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് തിരുത്തി എഴുതാൻ അയാൾ തയ്യാറാകാതെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ 2 കിങ്കരന്മാർ, 2 ഗ്രേഡ് SIമാർ, അവരെ കൊണ്ട് ഇയാൾ തിരുത്തി എഴുതിക്കുന്നു. അതുകൂടാതെ ഈ റിപ്പോർട്ട് തയ്യാറാക്കാൻ സഹായിച്ച റൈറ്ററെ സഹിതം വിളിച്ചു വരുത്തി. റൈറ്റർ അവിടെ ബോധം കെട്ടുവരുന്നു. അങ്ങനെ ഇതെല്ലാം ആക്കിയതിന് ശേഷം ഈ ADGP അജിത് കുമാർ വയനാട്ടിൽ ഇതിന് പോയതാണ്. ദുരന്ത നിവാരണ പ്രവർത്തനം പ്രധാനമന്ത്രി അവിടെ നിന്നുകൊണ്ട് അയാൾ വിളിച്ച് ഇവിടെ ഉറപ്പുവരുത്തി ഈ റിപ്പോർട്ട് മുഴുവൻ മാറ്റി എഴുതിച്ച് അട്ടിമറി പൂർണ്ണമാക്കി കോടതിയിൽ കൊടുത്തു എന്ന് അയാൾ ഉറപ്പാക്കുന്നു. ഇതിനിടയിൽ ഈ റൈറ്റർ ബോധം കെട്ട് വീണ കഥ വീണു. ഈ ആലോചിച്ച് നോക്ക്, ഒരു DYSP 2 ഗ്രേഡ് SIമാർ വരട്ടെയാണ് തന്നെ ഇത് റിപ്പോർട്ട്. അപ്പൊ എന്ത് പറ്റി? ഷൗക്കത്ത് അലി ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇതെല്ലാം ചേർന്ന് വന്നു. ഇയാൾ ഈ ഇവരെ വിളിച്ച കോളിന്റെ ഡീറ്റെയിൽസ് എടുത്തു. ആ ചെന്ന കഥ പറഞ്ഞു. എന്ത് പറ്റി? ഇയാളുടെ വിശ്വസ്തരായിട്ടുള്ള ഗ്രേഡ് SIമാർക്ക് മനസ്സിലായി ഇനി ജീവിതത്തിൽ ഇവിടെ പിണറായി വിജയനും അധികാരത്തിൽ വരത്തില്ല, ഈ MR അജിത് കുമാറിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അവർ മണി പോലെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എന്തു പറ്റി? ഈ കണ്ണികളെല്ലാം കൂടെ ഇഴയടുപ്പത്തോടു കൂടി ഒന്നിച്ചു ചേർന്നു, എല്ലാം ജോയിൻ്റായി. ഇത് ജോയിൻ്റായി കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? ഇയാൾക്കെതിരെയായി റിപ്പോർട്ട് നേരെ DGPക്ക് കൊടുക്കുന്നു. കാരണം ഈ SP ഇയാൾ റാങ്കിൽ താഴെ ആയതുകൊണ്ട് ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എപ്പോഴേ അറസ്റ്റ് ചെയ്തേനെ ഇത് പിന്നെ അല്ലെ കേസെടുത്തേനെ. ഇതിപ്പോൾ നേരെ DGPക്ക് ചെല്ലുന്നു. DGP എന്ത് ചെയ്യുന്നു? അപ്പം തന്നെ ഇത് ആഭ്യന്തരമന്ത്രിക്ക് കൊടുക്കാൻ തയ്യാറാകുന്നു, ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കാൻ. ഉടനെ ആഭ്യന്തരമന്ത്രി വേണം, അത് അവിടെ വെച്ചു, നമുക്ക് ആവശ്യമുണ്ട് അവിടെ വെച്ചോ, തങ്ങൾ അത് പറയുമ്പോൾ തന്നാൽ മതി. എന്താണ് കാരണം? ഈ 31 വരെ ഇയാൾക്ക് പ്രൊമോഷൻ കിട്ടണം. പ്രൊമോഷൻ കിട്ടിയതിന് ശേഷം റിപ്പോർട്ട് കൊണ്ടുവരുമ്പോൾ പേരിനൊരു സസ്പെൻഷൻ അങ്ങ് കൊടുത്തേക്കാം. അപ്പോൾ എന്താ, അയാളുടെ DGP റാങ്കിൽ തന്നെ സസ്പെൻഷൻ. അതിനായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷേ മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ പിന്നാലെ നിൽക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ നിയമോപദേശം തേടി, അതുപോലെ തന്നെ ഇയാൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഇന്ന് DGP റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറുമെന്നാണ് പറഞ്ഞത്. എന്താണെങ്കിലും MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകണം എന്ന് ഈ നാട്ടിലെ ഓരോ ജനങ്ങളും ആഗ്രഹിക്കുന്നു. നമ്മുടെ ഓരോ വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റുകളിൽ നിന്ന് പോലും ഞങ്ങൾക്കതാണ് വ്യക്തമാകുന്നത്. എന്താണ്, അയാൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ലൂസ് ടോക്ക് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.